കേരളത്തിന് പുറത്ത് നമ്മുടെ യുവാക്കൾ വളരെ വിജയകരമാണ്. ഇതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മുടെ യൂത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവർ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇന്ന് ചോദിക്കേണ്ടത്, നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഇന്ന് ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള, ബാക്കി ഇന്ത്യനെ വിടും, നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കമ്പാരിസണിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ഇങ്ങനെ പിന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ട് കടം വാങ്ങിയിട്ട് മാത്രം നമ്മുടെ സർക്കാർ നടക്കുന്ന ഒരു സ്ഥിതിയിൽ നമ്മുടെ കേരളം വന്നു? എന്തുകൊണ്ടാണ് ഇവിടുത്തെ കുട്ടികൾക്ക് അവസരം കിട്ടാതെ കുട്ടികൾ പുറത്തുപോയി തൊഴിൽ നോക്കുന്നു? എന്തുകൊണ്ട് നമ്മുടെ കേരളയിൽ ഇൻവെസ്റ്റ്മെന്റ് വരാത്തത്? ഇതെല്ലാം ഇവിടുന്ന് 500 കിലോമീറ്റർ, ഞാൻ ഈ ഇലക്ഷൻ സമയത്തും പറഞ്ഞതാ, ഇതൊരു ഏറ്റവും വലിയ കോൺട്രാസ്റ്റ്. ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരെ കർണാടകയിലെ വലിയ വലിയ ഫാക്ടറിയിലും ആയിരക്കണക്കിന് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കും. അത് എന്താണ് കേരളയിൽ വരാത്തത്? എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല? അത് ഇക്കോണമിയാണോ, ഞാൻ പറഞ്ഞ മാതിരി കടമെടുത്ത് ഒരു സർക്കാർ നടത്തുന്ന സർക്കാരാണോ, ലഹരി ഡ്രഗ്സ് ആണോ, ലോ ആൻഡ് ഓർഡർ ആണോ, റാഡിക്കലൈസേഷൻ ആണോ? എല്ലാം വലിയൊരു ചാലഞ്ചായിട്ടാണ് നിൽക്കുന്നത്. കർഷകരാണോ, മത്സ്യത്തൊഴിലാളികളാണോ? നമ്മുടെ തീരദേശത്തില് കടലാക്രമണം വരുന്നു, അതേ സൈഡിൽ തമിഴ്നാട്ടില്, അതേ തീരദേശത്തില് അവർക്ക് കടലാക്രമണത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചറിന് അവർ ബിൽഡ് ചെയ്യുന്നു. അത് എന്താണ് നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റാത്തത്? ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ തീരദേശത്ത് പോകുമ്പോ ഒരു വണ്ടി നിർത്തി, രാജേഷ് ഉണ്ടായിരുന്നു എന്റെ കൂടെ, വണ്ടി നിർത്തി ഒരു മത്സ്യത്തൊഴിലാളി, അവിടെ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി പറഞ്ഞു, ഞാനാണ് BJPന്റെ കാൻഡിഡേറ്റ്, എനിക്ക് ചേച്ചി വോട്ട് തരണം. അപ്പൊ ആദ്യം ദേഷ്യം ഉണ്ടോ എന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും CPM-ഉം കോൺഗ്രസും വന്ന് എപ്പോഴും വോട്ട് ചോദിക്കും, വാഗ്ദാനം തരും, ഒന്നും ചെയ്യില്ല. അപ്പോഴാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത്, അല്ല ഞാൻ CPM-ഉം അല്ല കോൺഗ്രസും അല്ല, ഞാൻ BJP NDA ആണ്. എന്നിട്ടാണ് ചേച്ചി എന്റെ വാക്ക് കേട്ട് ഞാൻ പറയാനുള്ളത് സംസാരിച്ചത് ഇന്ന് കേട്ടു. ബട്ട് ഇതാണ് 70 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കേരള നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിലൊരു വിശ്വാസം. അത് എന്തുകൊണ്ട്? ഈ രണ്ട് പാർട്ടി ഇങ്ങനെ വാഗ്ദാനം കൊടുത്ത് കേരളനെ ഈ സ്ഥിതിയിൽ കൊണ്ടുവന്നു. അപ്പോ ഒരു മാറ്റം വേണം. ഈ മാറ്റം, ഇതിനെ മാറ്റുക എന്നാണ് ഞങ്ങൾ എല്ലാവരെയും ഒരു ദൗത്യം. എന്നോട് ചോദിച്ചാരോ, നിങ്ങളുടെ മിഷൻ എന്താണ്? BJP കേരളത്തിന്റെ ഒരു പുതിയ മിഷൻ എന്താ? ആ ദൗത്യമാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ. കേരളവും വളരണം, നിക്ഷേപങ്ങൾ സ്വീകരിക്കണം, നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം. ഇതാണ് നമ്മുടെ ദൗത്യം. ഇതാണ് BJP കേരള NDA കേരളന്റെ മിഷൻ. അത് പറയുമ്പോൾ ഒരു പ്രശ്നം, ഇതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇത് മനസ്സിലാക്കാൻ 11 കൊല്ലം മുമ്പേ 2014 നരേന്ദ്രമോദിജി ഇന്ത്യന്റെ പ്രധാനി ആവുമ്പോൾ ഇതേ പ്രോബ്ലം ഇന്ത്യയിലായിരുന്നു. ഇന്ത്യന്റെ ഇക്കോണമി തളർന്ന് ലോകത്തിലെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമി ആയിരുന്നു. ഇന്ന് അതേ ഇക്കോണമി ടോപ്പ് 4 ഇക്കോണമിയിൽ ആയിരുന്നു. മോദിജിയുടെ കഠിന അധ്വാനം, ജനങ്ങളുടെ സമർപ്പണം, നല്ല ഭരണം, നല്ല നയങ്ങൾ, അതാണ് ഈ 11 കൊല്ലത്തിൽ ഇന്ത്യനെ മാറ്റിയത്. ഒരു പുതിയ ഇന്ത്യ, ന്യൂ ഇന്ത്യ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്. 11 കൊല്ലം അധ്വാനിച്ചും നല്ല പോളിസിയും നല്ല ഗവർണൻസിന്റെ കാര്യം. എത്രയോ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു.
വീട്, കുടിവെള്ളം, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലും പോകുന്നില്ല, ഹെൽത്ത് കാർഡ്, കർഷകർക്ക് സ്കീംസ്, റേഷൻ, വാക്സിൻ, ഇൻഫ്രാസ്ട്രക്ചർ, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ്. യുവാക്കൾക്ക് ഇന്ത്യയിൽ ഇന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ടെക്നോളജി ആണോ, IT ആണോ, മാനുഫാക്ചറിംഗ് ആണോ, ടൂറിസം ആണോ? അതുകൊണ്ട് ഈ ഒരു 11 കൊല്ലം ചെയ്ത പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, പറഞ്ഞത് ചെയ്യും എന്ന ഒരു പൊളിറ്റിക്കൽ ഗവർണൻസ്, അതാണ് ഇന്ത്യയെ ഒരു ദുർബലമായ ഇക്കോണമിയിൽ നിന്ന് മാറ്റി 4ാം നമ്പർ ഇക്കോണമി, ഗ്ലോബൽ 4ാം നമ്പർ ഇക്കോണമി ആക്കി വെച്ചത്. അതാണ് നമ്മളെല്ലാവരും കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. ദൗത്യം എന്താന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മിഷൻ, ഇതാണ് നമ്മുടെ ലക്ഷ്യം.